നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 കുംഭമാസം, അതായത് ഫെബ്രുവരി 13 മുതൽ 13/2/2025 മുതൽ 14/3/2025 വരെയുള്ള ഒരു മാസത്തെ രാശി ഫലമാണ് ഇവിടെ പറയുന്നത്. അതായത് കുംഭമാസ ഫലമാണ്. കൊല്ലവർഷം 1200 ആണ്ട് കുംഭമാസം 27 നക്ഷത്രക്കാർക്കും, അതായത് 12 രാശിക്കാർക്കും എന്തൊക്കെ ഗുണഫലങ്ങളാണ് നൽകുന്നത്, എന്തൊക്കെ പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. കുംഭ രവി സംക്രമം എന്ന് പറയുന്നത് മകരം 30-ാം തീയതി, അതായത് 12/2/2025 മകരം 30-ാം തീയതി ബുധനാഴ്ച രാത്രി 9:57:41 മകം നക്ഷത്രത്തിൽ ചിങ്ങൻ രാശിയിലാണ്, അതായത് ചന്ദ്രൻ ചിങ്ങൻ രാശിയിൽ നിൽക്കെയാണ് മകരൻ രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്നത്. അതായത് കുംഭ രവി സംക്രമം ബുധനാഴ്ച രാത്രി 9:57:41 എല്ലാവരും ഈ സമയം ദീപം തെളിച്ച് മാസം എന്ന് പറയുന്ന വളരെ പ്രാധാന്യമുള്ള കുംഭമേള, കുംഭത്തിൽ ശിവരാത്രി, ചോറ്റാനിക്കര മകം, മാറ്റുകാൽ പൊങ്കാല, അതുപോലെ തന്നെ കുംഭഭരണി, ഭദ്രകാളി ക്ഷേത്രങ്ങളിലെല്ലാം വളരെ വിശേഷമുള്ള കുംഭഭരണി, കുംഭമാസത്തിൽ വൈക്കത്തെ അഷ്ടമി, അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുള്ള ഈ കുംഭമാസത്തെ വരവേൽക്കുന്നതിനായി ബുധനാഴ്ച, അതായത് മകരമാസം 30-ാം തീയതി രാത്രി ദീപം തെളിച്ച് 9:45 തൊട്ടിട്ട് 10 മണി വരെയുള്ള സമയം ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമം ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും കഴിയുന്നത്രയും അത് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയും വരാഹി ദേവിയെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ ഗുണഫലങ്ങളും എല്ലാ രാശിക്കാർക്കും, 27 നക്ഷത്രക്കാർക്കും 12 രാശിക്കാർക്കും അനുഭവ യോഗ്യമാവും. ഇനി നമുക്ക് ഈ കുംഭമാസത്തിലെ ഗ്രഹനില നമുക്കൊന്ന് നോക്കാം. കാരണം സൂര്യൻ കുംഭം രാശിയിലാണ്, അതായത് 12/2/2025 രാത്രി മുതൽ, അതായത് കുംഭമാസം 1-ാം തീയതിയാണ് ഉദയം വരുന്നത്. കുംഭമാസം 1-ാം തീയതി എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ്. 13/2/2025 മുതലാണ് 14/3/2025 വരെ. അപ്പൊ സൂര്യൻ കുംഭൻ രാശിയിലാണ്. ചന്ദ്രൻ ചിങ്ങൻ രാശിയിൽ നിന്ന് ഒരു വട്ടം സഞ്ചരിച്ച, കാരണം മകം നക്ഷത്രത്തിലാണ് രവിസംക്രമം നടക്കുന്നത്. അപ്പൊ മകം തുടങ്ങി, അതായത് ചിങ്ങൻ രാശിയിൽ ചന്ദ്രൻ തുടങ്ങി ഒരു വട്ടം സഞ്ചരിച്ച് നമ്മൾ വീണ്ടും ചിങ്ങൻ രാശിയിൽ തന്നെ വരുന്നു. അതാണ് ചന്ദ്രന്റെ ഇത്. അതും ഒരു പൗർണമിയിൽ രാത്രിയിൽ തുടങ്ങി പിറ്റേ പൗർണമിയിലാണ്, മകര പൗർണമിയിൽ തുടങ്ങി കുംഭപൂർണിമയിലാണ് കുംഭമാസം അവസാനിക്കുന്നത്. പിന്നെ ബുധന് മാത്രമാണ് വലിയ മാറ്റങ്ങൾ വരുന്നത്. ചൊവ്വ മീനൻ രാശി, എല്ലാ മിഥുനൻ രാശിയിൽ തന്നെയാണ്. വ്യാഴമാണ് ബുധൻ നിൽക്കുന്നത്. ഇപ്പോൾ തുടക്കത്തിൽ നമുക്ക് രാശിമാറ്റം എന്ന് പറയുന്നത് കുംഭത്തിലാണ് ബുധനെങ്കിൽ പിന്നീട് അതങ്ങോട്ട് മീനൻ രാശിയിലേക്ക് മാറുന്നു എന്നുള്ളൊരു മാറ്റമുണ്ട്. ശുക്രൻ ശരിക്കും മീനൻ രാശിയിൽ തന്നെയാണ് നിൽക്കുന്നത്. മീനൻ രാശി ശുക്രൻ ഉച്ചസ്ഥനായി തന്നെ നിൽക്കുന്നു. വ്യാഴം നിൽക്കുന്നത് ഇടവൻ രാശിയിൽ തന്നെയാണ്. ശനി കുംഭൻ രാശിയിൽ തന്നെയാണ്. അപ്പൊ കുംഭൻ രാശിയിൽ ബുധനും ശനിയും നിൽക്കുന്നു. മീനൻ രാശിയിൽ ശുക്രനും സർപ്പവും നിൽക്കുന്നു. കന്നി രാശിയിൽ കേതു നിൽക്കുന്നു. കുംഭൻ രാശിയിൽ സൂര്യനും ബുധനും ശനിയും നിൽക്കുന്നുണ്ട്. ബുധൻ മാത്രം കുറച്ച് കഴിയുമ്പോൾ അത് മീനൻ രാശിയിലേക്ക് മാറുന്നു. ഇതാണ് രാശിചക്രം. ഇനി 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഫലങ്ങളാണ് ഉള്ളത് എന്നൊന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം വരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവകാശപ്പെട്ട പിതൃസ്വത്തോ സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങളോ ലഭിക്കാൻ ഇടയാകും.
സമ്പത്ത്, യശസ്, വാഹനങ്ങൾ, ബന്ധുക്കളെ കൊണ്ടുള്ള ഗുണം, വിശ്വസ്തരായ കീഴ്ജീവനക്കാര്, ഭൃത്യന്മാര്, വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ പുരോഗതി, ഇങ്ങനെ ഒന്നൊന്നായി ശുഭഫലങ്ങൾ ധാരാളം നിറഞ്ഞ ഒരു മാസമാണ് കുംഭമാസം. മാത്രമല്ല പണ്ഡിതന്മാരെ, അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള കര, നാവിക, വ്യോമസേന അംഗങ്ങള്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ, പട്ടാളം, പോലീസ് വകുപ്പിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ചൊവ്വ അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് നല്ല കീർത്തിയും സ്ഥാനമാനങ്ങളും ലഭിക്കും. പിതൃക്കളെയും ഗുരുജനങ്ങളെയും ആദരിക്കുവാൻ അവസരം ലഭിക്കും. മറ്റുള്ളവരുടെയൊക്കെ ഏതൊരാളുമായിട്ട് ജനസമ്പർക്കത്തിനുള്ള അവസരം ധാരാളമായി വരികയും ജനസമ്പർക്കവുമായി പ്രീതി, എല്ലാ ജനങ്ങളുടെയും പ്രീതി പിടിച്ചു പറ്റുവാനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. സന്താനങ്ങളെ കൊണ്ട് സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ യോഗം കാണുന്നു. നിസ്വാർത്ഥമായ പ്രവർത്തനം, എല്ലാം മറ്റുള്ളവരുടെ നന്മയെ ഉദ്ദേശിച്ച് സ്വന്തം നന്മയോടൊപ്പം മറ്റുള്ളവരുടെ നന്മയും കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം പൂർത്തീകരണമുണ്ടാവും, അംഗീകാരവും പ്രശസ്തിയും കിട്ടും. അതുപോലെ സന്താനങ്ങളില്ലാതെ ബുദ്ധിമുട്ടിയിരുന്നവർക്ക് സന്താന സൗഭാഗ്യത്തിനുള്ള ഒരു യോഗവും കൂടി തെളിഞ്ഞ് വരുന്നതാണ്. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അഗ്നിഭയമോ ശത്രുക്കളിൽ നിന്നുള്ള ചെറിയ ആക്രമണമോ നേരിടേണ്ടി വരും, തസ്കര ഭയമൊക്കെ വരാനുള്ള സാധ്യത കാണുന്നു. അനാവശ്യമായി കേസൊക്കെ വരാനുള്ള യോഗമുള്ളത് കൊണ്ട് സാമ്പത്തിക ക്രയവിക്രയൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ പ്രധാന ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ ദിനചര്യകൾ പോലും താളം തെറ്റുന്നതായി കാണാം. അല്പം ആരോഗ്യ പ്രശ്നങ്ങൾ വരും. എല്ലാം ശിവരാത്രി നോയമ്പെടുക്കണം, മേളയ്ക്ക് പോകണം, കുംഭമേളയിൽ സ്നാനത്തിന് പോകണം, അങ്ങനെ പലതും തീരുമാനിക്കുമെങ്കിലും ചിലപ്പോൾ ഹെൽത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ എല്ലാം മുടങ്ങുവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥനകൾ ആവശ്യമാണ്. നാഗപ്രീതി വരുത്തുന്നതിനായി ആയില്യനാൾ പ്രത്യേക പൂജ ചെയ്യുന്നത്, അതുപോലെ തന്നെ രാഹുവിൻ്റെ ദശാകാലവും രാഹുവിൻ്റെ അപഹാരകാലവും ഒക്കെ ഉള്ളവർ ശരിക്കും നാഗപ്രീതി വരുത്തുന്നതിന് വേണ്ടി സർപ്പദേവതകൾക്ക് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ നൂറുമ്പാലും ഒക്കെ നിവേദ്യങ്ങളായി സമർപ്പിക്കുന്നത്, കദളിപ്പഴ സമർപ്പിക്കുന്നതൊക്കെ, ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ ഗുണഫലങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ ദേവീക്ഷേത്ര ദർശനങ്ങൾ കഴിയുന്നതും ഭദ്രകാളി ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നത് രാശിനാഥനായ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനായി ഷഷ്ടിവ്രതം എടുക്കുന്നതൊക്കെ കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാന 2, 3, 4 പാദങ്ങളും രോഹിണിയും മകീരത്തിന്റെ ആദ്യ 2 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഠിനാധ്വാനത്തിന്റെ ഫലം ഇവർക്ക് ഇത്തിരി ലോഡ് കൂടുതലായിരിക്കും. കാരണം കണ്ടകശനി 10ൽ ശനി നിൽക്കുന്നതുകൊണ്ട് ഇത്തിരി അധിക ജോലി ചെയ്യേണ്ടി വരികയും അതുപോലെ തന്നെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ധനം വന്നു ചേരുവാനുള്ള യോഗവും ഉണ്ട്. കൃഷി, വ്യവസായം ഒക്കെ ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല വിധത്തിലുള്ള നേട്ടങ്ങൾ, പെട്ടെന്ന് കൃഷിയിലൊക്കെ ലാഭം, വ്യവസായങ്ങളിലൊക്കെ അല്പസ്വല്പ ലാഭമൊക്കെ പ്രതീക്ഷിക്കാം. ബുദ്ധിയും വിദ്യയും പാണ്ഡിത്യവും കൊണ്ട് ഉയർന്ന സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ പ്രവർത്തനത്തിനങ്ങൾക്കൊക്കെ അംഗീകാരവും പ്രോത്സാഹനവും ഒക്കെ ലഭിക്കും. നല്ല പരീക്ഷകളിലൊക്കെ ഉന്നത മാർക്ക് കരസ്ഥമാക്കാനുള്ള യോഗവും കാണുന്നു. സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ്. ആരാധനാലയങ്ങൾ, ദേവാലയങ്ങളിലൊക്കെ സന്ദർശിക്കുന്നതിന്, ആത്മീയ യാത്രകളൊക്കെ സംഘടിപ്പിക്കുന്നതിനുള്ള യോഗം കാണുന്നു. വിശിഷ്ടങ്ങളായ വസ്ത്രവും ആഭരണവും ഒക്കെ ലഭിക്കുവാനുള്ള യോഗവും വന്നു ചേരുന്നു. ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി ദൂരയാത്രയ്ക്കുള്ള ഒരു അവസരവും വന്നു ചേർന്നേക്കാം. എന്നാൽ ഈ മുഖം തോക്കാതെ കണ്ടത് അപ്പൊ തന്നെ വിളിച്ചു പറയുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് ശത്രുക്കളുടെ അതൃപ്തി ഏറ്റുവാങ്ങേണ്ടതായി വരും. വളരെ ഇഷ്ടപ്പെട്ടവർ പോലും സംസാരം മൂലം അവരിൽ അപ്രീതി വരുത്തുവാനിടയുണ്ട്. അതുകൊണ്ട് വാക്കുകൾ വളരെ മിതമായും ലളിതമായും ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. ദുർജനങ്ങളുമായി കൂട്ടുകെട്ട്, ആലസ്യമൊക്കെ കൂട്ടുകെട്ട് മൂലം ആലസ്യം വരാം. പിന്നെ നേത്ര രോഗത്തിന് സാധ്യതയുണ്ട്. അപ്പൊ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ശിവൻ
ശിവങ്കൽ ജലധാര നടത്തുന്നതൊക്കെ വളരെ നല്ലതാണ്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കുന്നതിന് ശിവഭഗവാന് ശിവരാത്രി നാളിൽ കൂവളമാല സമർപ്പിക്കുക, പിൻവിളക്കിൽ എണ്ണ സമർപ്പിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ശിവരാത്രി വ്രതം എടുക്കുന്നതൊക്കെ ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. അതുപോലെ തന്നെ മഹാവിഷ്ണുവിന് പ്രീതികരമായി സന്താനഗോപാല മന്ത്രം ജപിക്കുന്ന സന്തതികളുടെ സൗഭാഗ്യത്തിന് വേണ്ടി സന്താനഗോപാലമൂർത്തിയെ പ്രാർത്ഥിക്കുക, ധന്വന്തരമൂർത്തിയെ പ്രാർത്ഥിക്കുക, നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു അഷ്ടോത്തരം ജപിക്കുക. വ്യാഴാഴ്ചകളിൽ ഉപവാസങ്ങളൊക്കെ എടുക്കുന്നത് മൂലം വ്യാഴം എല്ലാ ആപത്തുകളെയും കഷ്ടതകളെയും പൂർണ്ണമായി ഇല്ലാതാക്കും. എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവ യോഗ്യമായി തീരും. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരത്തിന്റെ അവസാന 2 പാദവും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യ 3 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കുംഭമാസം വിദ്യാർത്ഥികൾക്ക് വളരെ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചിട്ടുള്ള ജോലിയും വിദ്യാഭ്യാസ പുരോഗതിയും വന്നു ചേരും. ചിലർക്ക് ഇങ്ങനെ ഏണാൻ വിദ്യാഭ്യാസം ചെയ്ത് അതിലൂടെ പഠനം നടത്തുന്നവർക്ക് ജോലി ചെയ്തുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് പഠന പുരോഗതി ഉണ്ടാവും. ജോലിക്ക് അത്യാവശ്യം പ്രതിഫലമൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ജോലിക്ക് അനുകൂലമായ സാഹചര്യം വരുന്നത് പോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും വളരെ പുരോഗതി ഉണ്ടാകാം. പൂർവിക സമ്പത്തുകൾ സ്വത്തുക്കളൊക്കെ വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. നൂതനങ്ങളായ ഗ്രഹോപകരണങ്ങൾ വാങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ തടസ്സം കൂടാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. വാക് സാമർഥ്യവും എല്ലാവരോടും നല്ല ഉദാര മനസ്കതയോടെ പെരുമാറുവാൻ കഴിയുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രമാവും. അതുപോലെ പലതരത്തിലുള്ള ക്ലേശങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, കാര്യതടസ്സമൊക്കെ വരുമ്പോൾ ഗണപതി ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിവായി പോകും. ഏറ്റവും അടുത്ത് നിന്നിരുന്ന സുഹൃത്തുക്കളുടെ ചില അസ്വാരസ്യങ്ങൾ നിറഞ്ഞ പ്രവർത്തനങ്ങൾ നമുക്ക് അപവാദങ്ങളും അപമാനവും അനാവശ്യമായി നമ്മളെ ഒരു ശത്രുവായി കാണുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പല വിധത്തിലുള്ള ചീത്ത പേരുകൾ കേൾക്കാനും കേസ് വഴക്കുകളിൽ പെടാനും യോഗമുള്ളത് കൊണ്ട് വളരെ ആത്മനിയന്ത്രണത്തോടെ സുഹൃത്ത് ബന്ധങ്ങൾക്ക് പ്രത്യേകം മാന്യത കൊടുത്തുകൊണ്ട് വേണം ജീവിക്കുവാൻ. ഈ ഒരു മാസം വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കലൊക്കെ ഒഴിവാക്കണം. രാത്രികാലങ്ങളിലുള്ള സഞ്ചാരമൊക്കെ വളരെ കുറയ്ക്കണം. അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് സ്ഥാനഭ്രംശമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കാലിനും കണ്ണിനും ശിരസിനുമൊക്കെ ചെറിയ അസ്വാസ്ഥ്യങ്ങൾ വരാം. എപ്പോഴും തലവേദന, ഉറക്കമില്ലായ്മയൊക്കെ വരാനുള്ള യോഗമുണ്ട്. ശിവങ്കൽ ജലധാര നടത്തുന്നത് വളരെ നന്നായിരിക്കും. ശിവരാത്രി നൊയമ്പെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. സർപ്പപ്രീതിയും ശാസ്താവിനെ പ്രത്യേകം പ്രാർത്ഥിച്ച് ശാസ്താവിന് നീരാഞ്ജനമൊക്കെ തെളിക്കുന്നത്, ശനിയാഴ്ചകളിൽ വ്രതമെടുക്കുന്നതൊക്കെ വളരെ ഗുണഫലങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ ശ്രീരാമസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഗുണഫലങ്ങൾ നൽകുന്നതിന് സഹായകമാകും. കർക്കിടകൻ രാശി എന്ന് പറയുമ്പോൾ പുണർദത്തിന്റെ അവസാന പാദവും പൂയവും ആയില്യം ചേരുന്ന 2.25 നക്ഷത്രക്കാർക്ക് ഉയർന്ന അധികാര പദവിയോ സ്ഥാനമാനങ്ങളോ ഒക്കെ ലഭിക്കാം. ധനലാഭം, പുതിയ ഭവനത്തിന്റെ നിർമ്മാണം, കുടുംബാംഗങ്ങൾ സൗഖ്യം ഇവയൊക്കെ ഉണ്ടാകാം. സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ നല്ല സമയം, സ്ഥാനമാനങ്ങൾ ലഭിക്കും. ഉന്നതന്മാരുടെ പ്രശംസ ഉണ്ടാവും. ഗുരുക്കന്മാരുടെ ഒക്കെ അനുഗ്രഹമുണ്ടാകും. പുസ്തകങ്ങളൊക്കെ എഴുതി പ്രകാശിപ്പിക്കാനായി ചെറുകഥയോ സമാഹാരങ്ങളോ ഒക്കെ, ചെറുകഥ അതുപോലെ തന്നെ കവിത ഒക്കെ പ്രസിദ്ധീകരിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. പരോപകാരം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു താല്പര്യം വന്നു ചേരും. അതുവഴി സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാം. അന്യരെ സഹായിക്കുന്നത് മൂലം കുറച്ച് കഷ്ടതകളൊക്കെ വരുമെങ്കിലും എന്നാലും ഭഗവതിയുടെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവും. ഏറെക്കാലമായി ഒരു ബന്ധവുമില്ലാതിരുന്ന സുഹൃത്തുക്കളും അതുപോലെ വിദേശത്തു നിന്നൊക്കെയുള്ള അവരുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. വ്യവസായമൊക്കെ അല്പം മെച്ചപ്പെടുന്നതിനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്തും. കുറച്ച് നല്ല ധനലാഭവും സാമ്പത്തിക
മെച്ചവും ഒക്കെ പ്രതീക്ഷിക്കാം. എന്നാൽ വരവിനേക്കാൾ ചെലവ് അല്പം കൂടുതലായിരിക്കും. വിശ്രമമില്ലാതെ അധ്വാനിക്കുന്നതുകൊണ്ട് അതുപോലെ ഇണയ്ക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അകാരണമായി കോപിക്കരുത്. ദേവി മഹാത്മ്യം പാരായണം മുടങ്ങാതെ ചെയ്യുക. കഴിയുന്നതും കുംഭഭരണി നാളിലൊക്കെ ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത്, ശിവരാത്രിക്ക് പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നതോടുകൂടി എല്ലാ നല്ല ഫലങ്ങളും ഉണ്ടാകും. തീർച്ചയായിട്ടും വരാഹി ദേവിയെയും ഗണപതി ഭഗവാനെയും പ്രാർത്ഥിക്കുകയും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ സൽഫലങ്ങളും അനുഭവ യോഗ്യമാകുന്നതാണ്. ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ മകം പൂരമുത്രത്തിന്റെ ആദ്യപാദം വരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള ഒരവസരം ലഭിക്കും. അതിനുള്ള മാർഗങ്ങൾ എത്ര പ്രായമായവർക്കും അവരുടെ ആഗ്രഹ സാഫല്യത്തിനായി പഠനം ചെയ്യുവാനും അതിൽ വിജയിക്കുന്നതിനും അംഗീകാരവും സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള മാർഗം തെളിഞ്ഞു വരും. പല വിധത്തിൽ ധനാഗമം ഉണ്ടാകും. അധികാര പദവി, വാഹനം, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, മറ്റുള്ളവരാലുള്ള അംഗീകാരം എല്ലാം ലഭിക്കുന്നതിന് വഴിയുണ്ട്. സുഹൃത്തുക്കൾ മുഴുവൻ സഹോദരങ്ങളോ സുഹൃത്തുക്കളോ മുഖാന്തരം മനസമാധാനവും സന്തോഷവും വിനോദയാത്രകളിലൊക്കെ പങ്കെടുക്കുവാനും ക്ഷേത്ര ദർശനത്തിനും ഒക്കെയുള്ള സാഹചര്യം തെളിഞ്ഞു വരും. പിതൃതുല്യരായവരുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ലഭിക്കും. ബന്ധുക്കളിൽ നിന്ന് നല്ല സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. ഗ്രഹത്തിൽ വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അല്ലെങ്കിൽ വിവാഹ വാർഷികമൊക്കെ തുടങ്ങിയ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനേ പിറന്നാളുകൾ അല്ലെങ്കിൽ ആഘോഷങ്ങളൊക്കെ ചെയ്യാനുള്ള സാഹചര്യം വന്നു ചേരും. അപ്രതീക്ഷിതമായി കേസ് വഴക്കുകളിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ഷുദ്രജീവികളുടെ ആക്രമണം, തേള്, പഴുതാര, കടന്നൽ, അതുപോലെ തന്നെ മറ്റ് ക്ഷുദ്രജീവികളുടെയൊക്കെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതാവിനും ഭർത്താവിനും ഒക്കെ അല്ലെങ്കിൽ പതിക്കും പത്നിക്കുമൊക്കെ ഇണയ്ക്ക് അല്പം സ്വല്പം ഹെൽത്ത് ഇഷ്യൂസ്, ആരോഗ്യ പ്രശ്നങ്ങൾ വരികയും അതുവഴി ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട്. അതുകൊണ്ട് ശനീശ്വരനെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. ഹനുമാൻ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം, ശിവരാത്രിക്ക് പിൻവിളക്ക് തെളിക്കൽ, ജലധാര ഇവയെല്ലാം ചെയ്യുന്നതോടുകൂടി എല്ലാവിധ കഷ്ടങ്ങളും മാറും. ആദിത്യ ഭഗവാനെ നിത്യം പ്രാർത്ഥിക്കുന്നതും വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതും എല്ലാ ഗുണങ്ങളും, മൂകാംബിക ദേവിയെ, ചോറ്റാനിക്കരമ്മയും ആറ്റുകാലമ്മയൊക്കെ പ്രാർത്ഥിക്കുകയും പൊങ്കാലയിടുകയും മകം തൊഴുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവ യോഗ്യമായി തീരുന്നതാണ്. കന്നിക്കൂറ് എന്ന് പറയുമ്പോൾ ഉത്രത്തിന്റെ അവസാന 3 പാദവും അത്തവും ചിത്തിരയുടെ ആദ്യ 2 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനധാന്യ സമൃദ്ധിയും ഗ്രഹോപകരണങ്ങൾ വാങ്ങാനുള്ള ഒരു യോഗവും ഗ്രഹത്തിൽ ഐശ്വര്യം അതുവഴി വന്നു ചേരുക, കുടുംബാംഗങ്ങളുടെ സഹകരണം ഉണ്ടാവുക, സന്താനങ്ങളെ കൊണ്ട് നല്ല സന്തോഷവും സമാധാനം അനുഭവിക്കുക, മേലധികാരികളുടെ പ്രീതി പിടിച്ചു പറ്റുക, അതുപോലെ തന്നെ സ്ഥലം മാറ്റം, പുതിയ സ്ഥലത്ത് ചെന്ന് പേരും പ്രശസ്തിയും നേടാനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാവും. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് അവരുടെ അപ്രീതിക്ക് കാരണമാവുകയും ചെയ്യാം. കർക്കശ സ്വഭാവവും പിടിവാശിയൊക്കെ മൂലം എല്ലാവരിലും ഒരു തൻ്റെടി അല്ലെങ്കിൽ തൻ്റെടം ഉള്ള ആളെന്നുള്ളൊരു ദുഷ്പേര് കേൾക്കാൻ ഇടവരും. അതുകൊണ്ട് വളരെ മിതമായി സംസാരിക്കുകയും മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടലുകളൊക്കെ നിർത്തിയില്ലെങ്കിൽ വെറുതെ വേദനിക്കേണ്ടതായ ഒരു സാഹചര്യം വന്നു തീരും. കേതു രാശിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. കാരണമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് വരാഹി ദേവിയെ പ്രാർത്ഥിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ. അപവാദം, ഭയം, ഓർമ്മക്കേട് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അശ്രദ്ധ മൂലം വലിയ ധനനഷ്ടം വരാനൊക്കെയുള്ള യോഗമുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. കഷ്ടനഷ്ടങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനായി ദേവിയെ, മഹാമൂകാംബിക ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഗണപതി ഭഗവാന് കഴിയുന്നതും ശർക്കര, നാളികേരമൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ വരാഹി ദേവിയുടെ പൂജ മുടങ്ങാതെ ചെയ്യുക. കളം പൂജയിലും പഞ്ചമി പൂജയിലും ഒക്കെ പങ്കെടുക്കുക. സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവ യോഗ്യമായി തീരും.
തുലാരാശി എന്ന് പറയുമ്പോൾ ചിത്രയുടെ അവസാന 2 പാദവും ചോതിയും വിശാഖത്തിന്റെ ആദ്യ 3 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുംഭമാസത്തിൽ സർക്കാരിന്റെയോ സ്ഥാപനങ്ങളുടെയോ പ്രതിനിധിയോ വക്താവോ എന്തെങ്കിലും സർക്കാർ തലത്തിൽ അംഗീകരിക്കപ്പെടുവാനുള്ള ഒരു യോഗം വന്നു ചേരുന്നതാണ്. അതിനുള്ള പ്രതിഭാശാലിയായ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പ്രതിഭാശാലി എന്ന ഒരു ബിരുദമൊക്കെ ലഭിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ബഹുമതികള്, നല്ല വിദ്യാഭ്യാസം ചെയ്യാനുള്ള ഉയർന്ന ഈ സ്കോളർഷിപ്പ് ഒക്കെ ലഭിക്കാനുള്ള യോഗമുണ്ട്. പല പ്രകാരത്തിൽ ധനം വരാനുള്ള യോഗമുണ്ട്. വിദൂര സഞ്ചാരത്തിനും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാവാനുള്ള യോഗം കാണുന്നു. സഹോദര സഹായം ഉണ്ടാകാം, കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാം, സന്തോഷം, സന്താന സൗഖ്യവും ഉണ്ടാകാം. പൈതൃക സ്വത്ത്, ഭൂസ്വത്ത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. ക്ഷമയില്ലായ്മ, അനാവശ്യമായ വാഗ്വാദങ്ങൾ, അധമരെ സഹായിക്കേണ്ടി വരിക, എന്നിട്ട് അതുവഴി പ്രശ്നങ്ങളിലേക്ക് ചെന്നുവിടുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ച ഓരോ കാര്യങ്ങളും ചെയ്യുക. അർഹതയുള്ളവരെ മാത്രം അംഗീകരിക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്യുക. അനാവശ്യമായ ബന്ധങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക. ഭക്ഷണ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക. കാരണം ഉദര സംബന്ധമായ അസ്വാസ്ഥ്യങ്ങൾ വരാനുള്ള യോഗം കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കണം. മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. കാരണം അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് പ്രത്യേക പ്രാർത്ഥനകൾ ആവശ്യമാണ്. മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത്, വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത്, ഗണപതി ഭഗവാന് ഗണപതി ഹോമം നടത്തുന്നത്, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സന്താനങ്ങൾക്ക് വരാനുള്ള എല്ലാ ദോഷങ്ങളും ഒരു പരിധിവരെ മാറി സ്വസ്ഥവും സമാധാനപരമായ ഒരു കുടുംബാന്തരീക്ഷം, അതുപോലെ തന്നെ കർമ്മ ഫലസിദ്ധിയും പ്രതീക്ഷിക്കാം. വൃശ്ചിക രാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിന്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും ഒക്കെ ഒരു സാമാന്യമായ ഫലം പ്രതീക്ഷിക്കാം. ഉന്നത വിജയം കരസ്ഥമാക്കാമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അത്ര വിജയം ഉണ്ടാവില്ലെങ്കിലും പരാജയ ഭീതി മാറിക്കിട്ടും. ജോലി കിട്ടുവാനുള്ള യോഗമുണ്ട്. പ്രവർത്തന മികവുണ്ട്. എന്നാൽ പ്രവർത്തന മികവ് പരീക്ഷകളിൽ നന്നായി പ്രതിഫലിച്ചില്ല. അതുകൊണ്ട് ഇനിയും ചിലപ്പോൾ കുറച്ചുകൂടി ഒന്ന് പുനഃപരീക്ഷ എഴുതേണ്ടതായ സാഹചര്യവും വന്നേക്കാം. വാക്ചാതുര്യത്തിനും ദാനധർമ്മത്തിനും ഒക്കെ നല്ല യോഗങ്ങളുണ്ട്. അവനവന്റെ കഴിവുകൾ പൂർണ്ണമായി പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ വരുമ്പോൾ അവസരങ്ങൾ നിഷേധിക്കാതെ അത് ഏറ്റെടുത്ത് പ്രവർത്തനങ്ങൾ ചെയ്ത് വിജയത്തിലെത്തുവാൻ ശ്രമിക്കണം. അലസതയും ക്ഷീണവും ആലസ്യവും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് കുടുംബത്തിൽ എപ്പോഴും ചടഞ്ഞുകൂടിയിരിക്കാതെ ഒരു ആത്മ പരിശോധന. കാരണം എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കണം, എല്ലാം എനിക്ക് ആരും ചെയ്തു തരാനില്ല, എന്നെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തണമെന്നുള്ള തുറന്ന മനസ്സോടുകൂടി പൂർണ്ണമായ ആരോഗ്യം എനിക്കുണ്ട്, ഞാൻ എപ്പോഴും തളരില്ല എന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വിജയം കൂടെ ഉണ്ടാകും. 7ാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ എല്ലാ അനുഗ്രഹവും മഹാവിഷ്ണുവിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ട്. ആ കിട്ടിയ സൗഭാഗ്യങ്ങളെല്ലാം നിലനിർത്തി കൊണ്ടുപോകാൻ, സന്താനങ്ങളെ കൊണ്ട് സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തോടൊപ്പം തന്നെ ആണ്ടവൻ്റെ അനുഗ്രഹവും ഉണ്ട്. എല്ലാം ഗുരുവായൂരപ്പന് സമർപ്പിച്ച് മൂകാംബിക ദേവിയെ മനസ്സിൽ പ്രാർത്ഥിച്ച് ഭദ്രകാളിക്ക് പ്രാർത്ഥനകളൊക്കെ ചെയ്യുമ്പോൾ എല്ലാ ഗുണഫലങ്ങളും ഉണ്ടാകും. ശിവരാത്രിക്ക് പ്രത്യേക ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുകയും പിതൃക്രമങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ പിതൃക്കളുടെയും ഗുരുക്കന്മാരുടെയും എല്ലാം അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. പരദേവതാ പ്രീതിയും വരുന്നതാണ്. ധനുക്കൂറ എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യപാദം വരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബന്ധുജനങ്ങൾക്കും തനിക്കും സന്തോഷം തരുന്ന അനുഭവങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ വ്യാഴം 6ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് വരുന്ന ആ യോഗങ്ങളെയൊക്കെ തട്ടിമാറ്റി ആലസ്യത്തോടുകൂടി നിൽക്കാതെ എല്ലാത്തിലേക്കും മുന്നിട്ടിറങ്ങി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് തയ്യാറാകുമ്പോൾ പഠനത്തിലാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസം ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള സാഹിത്യം തെളിഞ്ഞു വരും. പത്രപ്രവർത്തനം, മീഡിയകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചുകൂടി തുറന്ന പ്രവർത്തനങ്ങൾക്കുള്ള സാഹചര്യം ഉണ്ടാവും. അതുവഴി പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും. വ്യവഹാരങ്ങളിലോ വാഗ്വാദങ്ങളിലൊക്കെ ഏർപ്പെടേണ്ടി വന്നാലും വിജയസാധ്യത പ്രതീക്ഷിക്കാം. എന്നാൽ തസ്കര ഭയവും ശത്രുഭയവും ഒക്കെ ഉണ്ടാവും. ഭദ്രകാളി അമ്മയും സുബ്രഹ്മണ്യ സ്വാമിയും
മനസ്സറിഞ്ഞ് എപ്പോഴും പ്രാർത്ഥിക്കണം. അധിക സഞ്ചാരം ഒഴിവാക്കണം. അന്യരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാതിരിക്കാൻ സംസാരത്തിൽ മിതത്വം പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ക്ഷുദ്രജീവികളെ കൊണ്ടും ഇഴജന്തുക്കളെ കൊണ്ടും ഒക്കെ ഉള്ള അസ്വാസ്ഥ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. വളർത്തുമൃഗങ്ങൾ പോലും പെട്ടെന്ന് പ്രകോപിതരാകാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ദംശനമൊന്നും ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സറിഞ്ഞ് ഹൃദയം കൊണ്ട് ദേവിയെ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുകയും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ശിവഭഗവാന് ശിവരാത്രി നാളിൽ നെയ്വിളക്ക് തെളിച്ച് ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകും. ഇണയ്ക്കും തുണയ്ക്കുമൊക്കെ അവരുടെയൊക്കെ അംഗീകാരവും പ്രോത്സാഹനവും എല്ലാം ലഭിക്കുന്നതിന് എപ്പോഴും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് കർമ്മരംഗത്ത് വളരെ ഉയർച്ചയും സ്ഥാനമാനങ്ങളും നൽകും. വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങളെല്ലാം ഒന്ന് പുനർ ആരംഭിക്കുന്നതിനും അതിൽ വിജയം നേടുന്നതിനും സാധിക്കും. കുംഭമാസം ഏറ്റവും നല്ല ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ. ധനുരാശിക്കാർക്ക് എല്ലാ നന്മകളും വന്നു ചേരട്ടെ. ഇനി മകരം രാശി. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടത്തിന്റെ അവസാന 3 പാദവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ 2 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുംഭമാസം വളരെ പ്രാധാന്യമുള്ള മാസമാണ്. സൂര്യൻ 2ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. വരവിനേക്കാൾ ചെലവ് കൂടുതലാണ്. അതുപോലെ തന്നെ ദേശം, ഗ്രാമം, നഗരം എന്നീ തലങ്ങളിലൊക്കെ രാജതുല്യമായ പദവിയൊക്കെ വഹിച്ചുകൊണ്ടിരുന്നവർക്ക് സ്ഥാനമാനങ്ങൾ ചെറുതായി നഷ്ടപ്പെടാനുള്ള യോഗമുണ്ട്. അതിൽ നിന്നൊക്കെ മുന്നോട്ട് പോകാൻ വളരെ ശ്രമിക്കണം. ബുദ്ധിപൂർവമായ പ്രവർത്തനങ്ങളാൽ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ സാധിക്കും. പുത്രസുഖവും ഗ്രഹത്തിൽ ഐശ്വര്യവും ഉണ്ടാകുന്നതിന് വേണ്ടി നല്ല ആത്മാർത്ഥമായ പരിശ്രമം വേണം. ക്ഷമയോടും വിനയത്തോടും കൂടി കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു സാമർഥ്യം കാണിക്കണം. സരസ സംഭാഷണങ്ങളാൽ മറ്റുള്ളവരെ വശീകരിക്കുവാൻ സാധിക്കണം. പ്രതീക്ഷിച്ച പോലെ പഠനത്തിന് അവസരം ലഭിക്കുമ്പോൾ കിട്ടിയ അവസരം പിന്നീട് ഉള്ള അവസരങ്ങളിലേക്ക് മാറ്റി വയ്ക്കാതെ കിട്ടിയ അവസരം അപ്പോൾ തന്നെ വിനിയോഗിക്കാൻ ശ്രമിക്കണം. കവികൾക്കും കലാകാരന്മാർക്കും പ്രശസ്തിയും അതുപോലെ അംഗീകാരവും പ്രോത്സാഹനവും ഒക്കെ ലഭിക്കും. എല്ലാ അവാർഡുകളെല്ലാം കിട്ടാൻ യോഗമുണ്ട്. അതൊക്കെ സ്വീകരിക്കുക. ലളിതമായ ജീവിതചര്യം ഉണ്ടാവുക. അനാരോഗ്യം വരാതിരിക്കാൻ ചില രാത്രികളിൽ വല്ലാതെ നിശാസഞ്ചാരമൊക്കെ ഒഴിവാക്കുക. ഉറക്കം കളയാതിരിക്കുക. വളരെ കാരണം 2-ലെ ശനി മടിയുള്ളതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും ഒരു ആലസ്യം വരുമ്പോൾ ശനീശ്വരനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം തെളിക്കുക. ശിവരാത്രിക്ക് ഉറക്കം നിന്ന് പ്രാർത്ഥനകൾ നടത്തുക. ശിവനിൽ കൂവളമാല സമർപ്പിക്കുന്നതൊക്കെ എല്ലാവിധ ഗുണഫലങ്ങളും നൽകും. പ്രതികൂല സാഹചര്യങ്ങളെ നമ്മൾ വളരെ തന്മയത്വത്തോടുകൂടി കൈകാര്യം ചെയ്തുകൊണ്ട് സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കി തീർക്കുവാൻ വേണ്ട ഒരു വൈഭവം പ്രദർശിപ്പിക്കണം എന്നുള്ള കഴിവുണ്ട്. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി എല്ലാ കാര്യങ്ങൾക്കും അസാധ്യമായതെല്ലാം സാധ്യമാക്കി തരുവാൻ സ്വാമിക്ക് കഴിയും. ആ പ്രാർത്ഥനയിലൂടെ എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരുകയും ചെയ്യും. കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടത്തിന്റെ അവസാന പാദവും ചതയവും പൂരിട്ടാതിയും ചേരുന്ന പൂരിട്ടാതിയുടെ ആദ്യ 3 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങൾക്കും സവിശേഷമായ ബുദ്ധിയും സാമർഥ്യവും ഉള്ളവരെ പോലെ എല്ലാം എനിക്കറിയാം, എല്ലാം എന്നിലൂടെ നടക്കുമെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവർക്ക് ഓർക്കാപ്പുറത്ത് അടി കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ശനീശ്വരനെ പ്രത്യേകം പ്രാർത്ഥിച്ച് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കാര്യങ്ങൾക്ക്. ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹത്തിനായി നന്നായി പ്രാർത്ഥിക്കുകയും ഗുരുവിൻ്റെയും കുടുംബ പരദേവതകളുടെ അനുഗ്രഹത്തോടു കൂടി മാത്രം കാര്യങ്ങൾ ചെയ്യുക. കുടുംബ പരദേവതയെ മറന്നിട്ട് ഒരു കാര്യവും ചെയ്യരുത്. ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നതിന് വീട്ടിൽ കത്തിക്കുന്ന വിളക്കിൽ കുടുംബ പരദേവതയുടെ സാന്നിധ്യം അനുഭവിക്കുക. കുംഭഭരണി നാളിലെ കുംഭത്തിലെ ശിവരാത്രി മേളകളെ എല്ലാത്തിലും സാന്നിധ്യം ഉണ്ടാവുകയും മനസ്സറിഞ്ഞ് ഭക്തിപൂർവ്വം ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുകയും ചെയ്യുക. വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നത് നല്ലതാണ്. അതുപോലെ ധർമ്മശാസ്താവിന് നെയ്വിളക്ക് കത്തിക്കുന്നത്, ശനിയാഴ്ചകളിൽ നീരാഞ്ജനം തെളിക്കുന്നതൊക്കെ കൂടുതൽ ഫലം നൽകും. ബന്ധുക്കൾക്ക് എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിക്കുക, അപ്പോൾ ഓടിച്ചെന്ന് സഹായ സഹകരണങ്ങൾ ചെയ്യുകയും അതിനായി കുറച്ച് പണം മാറ്റിവെക്കേണ്ടതായ സാഹചര്യം വരും. ശത്രുക്കളാൽ അപവാദങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചെയ്യുന്ന കർമ്മത്തിന് പൂർണ്ണ പരിചയം കിട്ടില്ല. എന്നിരുന്നാൽ പോലും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും.
ഇരിക്കുക. അധിക സഞ്ചാരം ആവശ്യമാണ്. അതിലും അലച്ചിലൊക്കെ വരും. പക്ഷെ എല്ലാം മറന്ന് അലയാൻ തയ്യാറാവുക. കണ്ണിന് അസുഖം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശിവങ്കൽ ജലധാര നടത്താൻ മറക്കരുത്. അതുപോലെ കൈകാലുകൾക്ക് ബലക്കുറവോ അല്ലെങ്കിൽ തളർച്ചയോ സ്ട്രോക്കോ ഒക്കെ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. എപ്പോഴും നമഃശിവായ ജപിക്കുന്നത്, വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം തേടുന്നത് എല്ലാവിധ ഗുണഫലങ്ങളും അനുഭവ യോഗ്യമാക്കി തരും. മീനൻ രാശി എന്ന് പറയുമ്പോൾ പൂരട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും ചേരുന്ന 2.25 നക്ഷത്രം വരുന്ന മീനൻ രാശിക്കാർക്ക് കുംഭമാസം ഒരു സൂര്യൻ 12ാം ഭാവത്തിൽ വരുന്നു. അതുപോലെ തന്നെ ബുധൻ സ്വന്തം രാശിയിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ല ഗുണഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. വ്യാഴം പിഴച്ചെടുത്ത് ബുധനും ശുക്രനും അനുകൂലത്തിൽ നിൽക്കുന്നത് കൊണ്ട് എല്ലാ ഗുണഫലങ്ങളും അനുഭവയോഗ്യമായി തീരും. സമ്പത്തും ഗ്രഹത്തിൽ ഐശ്വര്യവും ഉണ്ടാവാം. പുത്രന്മാരെ കൊണ്ട് അല്ലെങ്കിൽ സന്താന സൗഭാഗ്യവും സന്താനങ്ങളെ കൊണ്ട് സന്തോഷവും സംതൃപ്തിയും ഉണ്ടാവും. കളത്രത്തെ കൊണ്ട് ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. നല്ല ജോലി, ഉയർന്ന പദവി, ഉന്നത വിദ്യാഭ്യാസം ഇതൊക്കെ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്ന ജോലിയിലേക്ക് ഈ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകളൊക്കെ പരിഗണിക്കപ്പെടും. സർക്കാരിൽ നിന്നും ബഹുമതിയോ സ്ഥാനമാനമോ കിട്ടും. മികച്ച സേവനത്തിന് അംഗീകാരം ലഭിക്കാം. പുതിയ വീടിനെ കുറിച്ചുള്ള ചിന്തകൾ വരും. ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ഗംഭീരമാവും. കുടുംബാംഗങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രവർത്തിക്കും. എഴുത്തിൻ്റെയും അച്ചടിയുടെയും മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബഹുമതികൾ കിട്ടും. ശില്പവേലകൾ ചെയ്യുന്നവർക്ക് പ്രശസ്തിയും താമ്രപത്രവും വരെ ലഭിക്കുവാൻ യോഗമുണ്ട്. അതനുസരിച്ചിട്ട് സാമ്പത്തികവും മെച്ചപ്പെടും. ഇങ്ങനെ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു നല്ല ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ പിതാവിനും അല്പം ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അധിക സഞ്ചാരം മൂലം ശരീരത്തിന് ശാരീരിക അസ്വാസ്ഥ്യം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആചാരാനുഷ്ഠങ്ങളൊക്കെ താളം തെറ്റും. അപ്പോൾ പ്രാർത്ഥനകളുടെ കൊണ്ട്, ദൈവീക പ്രാർത്ഥനകൾ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും. ഗണപതി ഭഗവാനെയും വരാഹി ദേവിയെയും പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ശിവരാത്രി നാളെ പൂർണ്ണ ഉപവാസമെടുത്ത് ശിവഭഗവാനെ പ്രാർത്ഥിക്കുക. നമഃശിവായ 1008 പ്രാവശ്യം എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കുംഭമാസം ഏറ്റവും നല്ല അനുകൂല ഫലങ്ങൾ നൽകും. 12 രാശിക്കാർക്കും കുംഭമാസം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകട്ടെ. കുംഭമേളയിലാണെങ്കിലും അതുപോലെ തന്നെ കുംഭഭരണി നാളിലും ശിവരാത്രി നാളിലും കുംഭത്തിലെ എല്ലാ വിശേഷ ദിവസങ്ങളും ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ചിട്ട് പാലിച്ച് പ്രാർത്ഥനകൾ ചെയ്ത് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവയോഗ്യമാവാൻ എല്ലാവർക്കും 12 രാശിക്കാർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നല്ല മാസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.